ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മീനില്ലാത്ത മീൻ വറുത്തത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ 4 അത്യാവശ്യം വലിപ്പമുള്ള ബ്രിഞ്ചോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തീരെ ചെറിയ ബ്രിഞ്ചോൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മീൻ വറുത്തതിൻ്റെ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബ്രിഞ്ചോൾ തന്നെ എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. എല്ലാ ബ്രിഞ്ചോളിൻ്റെയും ഈ ഒരു ഭാഗം അങ്ങോട്ട് മുറിച്ച് കളയണം. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഇത് കഴുകണം. അതിനുശേഷം നമുക്ക് ബ്രിഞ്ചോള് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, കറക്റ്റ് നമ്മൾ മീനൊക്കെ വറുക്കുന്നതിൻ്റെ ആ ഒരു ഷേപ്പിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഒരുപാട് കട്ടിയും വേണ്ട, എന്നാൽ തീരെ കനം കുറയാനും പാടില്ല. ഇതേപോലെ എല്ലാ ബ്രിഞ്ചോളും നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അങ്ങനെ ഇത് എല്ലാം അരിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലത്തെ ഒരു പരന്ന പാത്രത്തിൽ, ഇതേപോലെ 3 പരന്ന പാത്രത്തിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഒന്നിൻ്റെ മുകളിലായിട്ട് ഇരിക്കാൻ പാടില്ല. എല്ലാം ഇങ്ങനെ നിരത്തി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് മാരിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാത്തിലും കൂടിയാണ് ഞാൻ 1/2 ടീസ്പൂൺ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എല്ലാ പാത്രത്തിലും കൂടി ഞാൻ മൊത്തത്തിൽ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചില്ലി പൗഡർ ചേർക്കുമ്പം ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ നാരങ്ങ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 3 പാത്രങ്ങളിലായിട്ട് ഇരിക്കുന്ന ബ്രിഞ്ചോളുകളിലിട്ട് ഞാൻ ഏകദേശം 1 നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ മീൻ വറുക്കാനായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിലോട്ട് എല്ലാ പൊടികളും നന്നായിട്ട് ഇതേപോലെ പുരട്ടി പിടിപ്പിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന് മീനില്ലാത്ത മീൻ വറുത്തതെന്ന് പറയുന്നത്? ഒന്നാമത്തെ റീസൺ, ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഷേപ്പാണ്. അപ്പോൾ വറുക്കുമ്പോൾ കറക്റ്റ് മീൻ വറുത്തിരിക്കുന്ന പോലെ തോന്നും. രണ്ടാമത്തെ റീസൺ, ഇതിലോട്ട് ചേർത്തിട്ടുള്ള പൊടികളെല്ലാം തന്നെ മീൻ വറുത്തയിലോട്ട് ചേർക്കാറുള്ള പൊടികളാണ്. പിന്നെ നമ്മൾ വറുക്കുന്നതും വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ മീൻ വറുക്കുന്ന അത്രയും വെളിച്ചെണ്ണയൊന്നും ഇതിന് ആവശ്യമില്ല, കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ വീട്ടിൽ മീൻ വറുക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ലാണ് വരിക. ഒരു 10 മിനിറ്റെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്യാനാക്കി മാറ്റി വയ്ക്കുക. നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെ ഇത് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. അപ്പോൾ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കട്ട പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും തന്നെ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, ഇതിനേലും കുറച്ചും കൂടെ കുറവ് വെളിച്ചെണ്ണ എടുത്താലും മതി. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം നമുക്കിതിലോട്ട് ഓരോന്നാക്കി ഇട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിലും സാധാരണ സൺഫ്ലവർ ഓയിലോ കനോല ഓയിലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. 2 മിനിറ്റ് കഴിയുമ്പം നമുക്കിത് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതിലോട്ട് നമ്മൾ കണ്ടമാനം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എത്ര എണ്ണ ഒഴിച്ചാലും ഈ ബ്രിഞ്ചോള് അതിനങ്ങോട്ട് വലിച്ചെടുക്കും. അപ്പോൾ കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ വലിച്ചെടുക്കും. അപ്പോൾ ആവശ്യത്തിന് എല്ലായിടത്തും എത്തുന്ന അത്രയൊരു വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ബ്രിഞ്ചോൾ പെട്ടെന്ന് വേകുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് വെന്തോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്പൂൺ വെച്ച് തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് റെഡി ആയിട്ടുണ്ടെന്നാണ്. അങ്ങനെ മീനില്ലാത്ത മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. കുറച്ച് ചോറും ഈ ഒരു ഫ്രൈയും അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ വളരെ സൂപ്പറായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി പ്രിപ്പറേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.